ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. എംബ്രാൻ്റെ മുന്നോടിയായി ലൂസിഫറിൻ്റെ റിലീസ് നടന്നിരിക്കുകയാണ്. റിലീസ് ചിത്രത്തിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് 20-ാം തീയതി ലൂസിഫർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ലൂസിഫർ വന്നിട്ട് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നു ഈ ഒരു റിലീസ് കാര്യങ്ങൾ. അതിനകത്തിൽ ഏകദേശം 230ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു 4500ഓളം ജനങ്ങൾ കാണുകയും 7,28,000 രൂപയാണ് സിനിമ ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ഹൗസ്ഫുൾ ഷോ ട്രാക്കേഴ്സ് പറയുന്നു. എന്തായാലും ഇന്ന് വലിയ രീതിയിലുള്ള ഒരു റിലീസ് തന്നെയാണ് സിനിമയ്ക്കുണ്ടായത്. ഒരുപക്ഷെ ഈ ഒരു റിലീസിനെ കുറിച്ച് അധികം ഫാൻസ് പോലും ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇന്നത്തെ കളക്ഷൻ കാണുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 11 ലക്ഷം രൂപ അല്ലെങ്കിൽ മാക്സിമം 12 ലക്ഷം രൂപയായിരിക്കാം ഇന്നത്തെ കേരള കളക്ഷനായിട്ട് വരാൻ ഏറെ ചാൻസ് ഉള്ള കാര്യം. ഇവിടെ എമ്പുരാൻ എന്ന സിനിമയുടെ അതിപ്രസരമായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു റിലീസിനെ ഒന്നുമല്ലാതാക്കിയിരിക്കുന്നത്. സാധാരണ മോഹൻലാൽ സിനിമയ്ക്ക് ഉള്ള റിലീസിൽ വെച്ച് ഏറ്റവും മോശം റിലീസായിട്ട് അല്ലെങ്കിൽ ആ ഒരു കളക്ഷനാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റിൽ നിൽക്കുന്ന കാര്യം വേറെയൊന്നുമല്ല, ഇത് ആളുകൾ പലരും അറിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഒരു റിലീസ് ചിത്രത്തിന് കൊടുക്കുന്ന പബ്ലിസിറ്റി ഇല്ലാതെയാണ്. പക്ഷേ മികച്ച ഒരു റിലീസ് തന്നെയാണ്. നമുക്ക് നോക്കുമ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ മികച്ച ഒരു റിലീസ് ഉണ്ട് ഈ സിനിമയ്ക്ക്. ഒരുപാട് തിയേറ്ററുകളിലുണ്ട്. പക്ഷേ ഈവനിങ് ഷോസൊക്കെയാണ് നമുക്ക് ഇന്ന് കേരളത്തിൽ അത്യാവശ്യം ആളുകളായിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കി എല്ലായിടത്തും പച്ച കത്തിക്കിടക്കുന്നതാണ്. ആദ്യമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സമീപകാലത്ത് ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങൾക്കൊന്നും ഇത്ര ദയനീയമായ ഒരു കാര്യം നമ്മൾ കണ്ടിട്ടില്ല. അതിന് ഒരു കാര്യം തന്നെയുള്ളൂ. കാരണം എമ്പുരാൻ ഇറങ്ങാൻ അടുത്ത ആഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ ബുക്കിങ്ങിന് വേണ്ടി